ഹലോ ഗൈസ്, വെൽക്കം ടു എയ്റ്റ് വ്ളോഗ്. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്, അതായത് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് സംഭവം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവത്തുള്ളൂ. നെയ്യാറ്റിൻകര നോക്കുവാണെങ്കിൽ ഒരു 11 കിലോമീറ്റർ. അപ്പോൾ അത് തന്നെ നമുക്ക് ഊഹിക്കാം, ഒരു ഹിഡൻ സ്പോട്ടാണ്. വലുതായിട്ട് ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടാത്ത, എന്നാൽ കുറച്ചൊക്കെ പേർക്ക് അറിയാം ഇപ്പോൾ തന്നെ. ഈരാറ്റിൻപുറം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അനിയത്തിയുടെ വളയിടൽ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ കസിൻസ് മാത്രമായിട്ട് വൈകുന്നേരം ബോറടിച്ചിരിക്കുന്ന സമയത്ത് ടിൻഡി ചേട്ടൻ അങ്ങനെ ഒരു ദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട് വരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയ സ്ഥലമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ആക്ച്വലി പോയത്. പക്ഷേ അയ്യോ, അവിടെ പോയപ്പോൾ ഫുൾ വർത്തായിരുന്നു. അതായത് എല്ലാവരും കണ്ടവിടെ സൂപ്പർ ആ ഒരവസ്ഥയായിരുന്നു. ഈ സ്പോട്ട് ഇപ്പോൾ കേരള ടൂറിസത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മേ ബി ഫ്യൂച്ചറിൽ വന്നുകൂടാ എന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ ആ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അതായത് നമുക്ക് നടന്നു പോകാം ആ ഒരു സ്ഥലം വരെ. സ്ഥലമൊന്നുമല്ല, ജസ്റ്റ് ഒരു 100 മീറ്റർ അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നല്ല രസമാണ്, ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളത്തിൻ്റെ ശബ്ദവും എല്ലാം കൂടെ രസമാണ്. അങ്ങനെ പാപ്പുട്ടിയും റയാൻ മോനും ഇച്ചാനും ടിൻഡിച്ചേട്ടനും താഴെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ നിന്നു. എന്നിട്ട് ടിൻഡിച്ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പാറയുടെ ലാസ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എത്ര തന്നെ ഹിഡൻ സ്പോട്ട് കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. അതായത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി, അതാണ് അവസ്ഥ. അതായത് വെള്ളവും ബ്രോക്ക് റിവർ എല്ലാ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അറിയാമല്ലോ ബാക്കിയുള്ളത്. പിന്നെ ആ നാട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കും, ആ നാട്ടിലല്ല അവിടെ വന്ന ഒരങ്കിൾ സംസാരിച്ചപ്പോഴത്തേക്കും അറിയാൻ സാധിച്ചത്, മെയിനായിട്ട് ഇതിനു മുൻപേ അവിടെ വന്ന കുറച്ച് ആൾക്കാർ സിമ്പിളായിട്ടാണ് ആ സ്ഥലത്തിനെ കാണുന്നത്. അതായത് റോക്ക് റിവറാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ കല്ലുകളൊക്കെ വളരെ സാധാരണമായിരിക്കും. അപ്പോൾ സൂക്ഷ്യം കണ്ടും ചാടുന്നവരൊക്കെ എടുത്ത് വെച്ച് ചാടുക. നമ്മൾ തന്നെ നമ്മളെ നോക്കുക എവിടെ പോയാലും. അതായത് ഈ മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ, കാരണം ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനാണ്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളെ അവിടെ ജസ്റ്റ് കളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വൈബടിച്ചങ്ങ് ചില്ലായിട്ട് കുറേ നേരം നിന്നു. ആക്ച്വലി അമ്മയുടെ വീട്ടിനടുത്തുള്ള സ്ഥലം, അതായത് ഇച്ചാൻ്റെ അമ്മയുടെ വീട്ടിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ തന്നെ അമ്മ മുൻപ് പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ ഇത്രയും അമ്മ പറയുകയുണ്ടായി, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇത്ര ഇതായതിനു ശേഷം അമ്മ പോയി കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇനി അമ്മയായിട്ട് ഒരിക്കൽ എന്തായാലും പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹിസ്റ്ററി ബാക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആ വെള്ളം അങ്ങനെ ഒഴുകി വരാൻ തന്നെ എനിക്ക് ഈ വെള്ളമുള്ള സ്ഥലത്ത് എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കാം വെള്ളമുള്ള ഈ നമ്മുടെ ഈ മലസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മെയിനായിട്ട് ഈ വെള്ളത്തിൻ്റെ പരിപാടിയാണ് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ അറിയാൻ സാധിച്ചത്, എനിക്ക് ചെറുതായിട്ടെങ്കിലും അറിയാൻ സാധിച്ചത് നെയ്യാർ നദിയിൽ അതിൻ്റെ സബ്ബായിട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടില്ല ആ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദം കേട്ടില്ലേ, നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാകത്തില്ലേ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും താഴെ ഇറങ്ങിയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കൂ. ടിൻഡി ചേട്ടനെ നിങ്ങൾ കാണുന്നില്ലേ? യെസ്, ടിൻഡി ചേട്ടൻ കറക്റ്റ് വഴി ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അവിടെ. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടിൻഡി ചേട്ടനെ ചേച്ചിക്കുന്നതിനായിരിക്കും. കാരണം ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, എന്നെ അങ്ങനെ കൊണ്ടുപോയി. ഒത്തിരി താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വൈബൊക്കെ ആസ്വദിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരിച്ചെന്ന് ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങ് ദൂരമൊന്നും പോകാണ്ടിരുന്നത്. കണ്ടില്ല, ഈ വോളൊക്കെ കാണാൻ തന്നെ എന്ത് രസമല്ലേ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.